വടക്കാഞ്ചേരിയിൽ വീണ്ടും വാഹനാപകടം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തായിരുന്നു ഇന്ന് വൈകുന്നേരം 7:30 ഡിവൈഡറിലിടിച്ച് ബൊലേറോ വാൻ മറിഞ്ഞത്. മറിഞ്ഞ ബൊലേറോയ്ക്ക് പുറകിൽ ഓട്ടോറിക്ഷയും ഇടിച്ചുകയറി. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകൾ ഉണ്ടായില്ലെങ്കിലും പ്രദേശവാസികൾ ക്ഷുഭിതരാണ്. കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചയിടങ്ങളിലെല്ലാം ഇത്തരം അപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 28 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരം നവീകരണം പൂർത്തിയായി വരുന്നത്. ആ പ്രവൃത്തികളിലെ ഇത്തരം അശാസ്ത്രീയ നിർമ്മാണങ്ങൾ മനുഷ്യജീവന് പോലും ആപത്താണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. നമ്മൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു അപകടം നടന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇവിടെ അപകടം വരാൻ കാരണം പുതിയ ഡിവൈഡർ സ്ഥാപിച്ചതിലുള്ള അപാകതയാണ്. പഴയ ഡിവൈഡറുകൾ വളരെ നല്ല ഡിവൈഡർ ആയിരുന്നു. അതായത് പ്ലാസ്റ്റിക് മോഡൽ സാധനമായിരുന്നു. അത് വണ്ടി ഇടിച്ചാലും ചെരികയല്ലാണ്ട് വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളോ അപകടങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതേ അപാകത തന്നെയാണ് പാർലിക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ജീവനുകളും പാർലിക്കാടും പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈഡർ ഇപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് അതിന് ബ്ലാക്ക് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ ഡിവൈഡർ കാണുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം മറിയുകയും വേറൊരു വാഹനം അതിന് മൂട്ടി വന്നിരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിച്ചതിന് വേണ്ട എല്ലാ നിയമ നടപടികളും ചെയ്യുകയും. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഡിവൈഡർ സ്ഥാപിക്കാതിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്നാണല്ലോ പഴയ ഡിവൈഡർ സ്ഥാപിച്ചത്. അപ്പോൾ അത് നല്ല ഡിവൈഡർ ആയിരുന്നു. പിന്നെ അത് മാറ്റാനുള്ള കാരണം ഇപ്പം PWയുടെ ഒരു ഇതാണ്. അവർക്കിപ്പോൾ ഫണ്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കൊണ്ടാണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് അപകടം കൂടുക മാത്രമേ ചെയ്യുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അപകടം കൂടാൻ സാധ്യത ഉണ്ടെന്ന്. പക്ഷേ അത് വകവയ്ക്കാതെ ഇതേപോലെ നാട്ടുകാരുടെ വാക്കുകൾ വകവയ്ക്കാതെയാണ് ഇത്തരം കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ? താങ്ക് യു.